അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷയിൽ ഇന്നലെ നടന്ന തജ്വീദ് ലിസാനുൽ ഖുർആനിന്റെ ആൻസർ കീയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തത് സിൽ ബിമാ യുനാസിബു. ശരിയായ ഉത്തരം നമ്മൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്, മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അഷ്ഹറു സാനി മിനൽ അഷ്ഹരിൽ ഹിജരിയ. ഹിജറ കലണ്ടറിലെ 2ാമത്തെ മാസം ഏതാണ്? ഇവിടെ ഈ പുറത്തതിന്റെ ഉത്തരങ്ങളുണ്ട്. സഫറാണ് 2ാമത്തെ അറബി മാസം. ഇനി 2, അൽ ഖാരിഉ നാഫിഉ ഡാഷ്. ഏതാണ്? മദനിയുൻ. നമ്മൾ 10 പ്രസിദ്ധരായ ഖാരിയങ്ങളെ കുറിച്ച് പറഞ്ഞ പാഠത്തിൽ വന്നതാണ്. അൽ ഖാരിഉ നാഫിഉ മദനിയുൻ. 3ാമത്തത് യദ്ഹബു അബി. എൻ്റെ ഉപ്പ പോകുന്നു. എവിടേക്ക്? ഇല സൂഖി, അങ്ങാടിയിലേക്ക്. 4, ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇനി 5ാമത്തത് സിഫത്തു ദാലി. ദാല് എന്ന അക്ഷരത്തിന്റെ സിഫത്ത് അതേതാണ്? ഖൽഖലത്ത്. ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി 2ാമത്തത് മയ്യിസ് സഹീഹ. ശരിയായ ഉത്തരത്തിന് നേരെ നമ്മൾ ശരിമാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. 1ാമത്തത് ജലസ. ജലസ എന്ന് പറഞ്ഞാൽ ഏതാണ്? മുഫ്രദ് മുദക്കറാണോ, മുഫ്രദ് മുഅന്നസ് ആണോ, അതുപോലെ ഷിയത്ത് മുദക്കറാണോ? ജലസ എന്ന് പറയുമ്പോൾ മുഫ്രദ് മുദക്കർ, അവനൊരു പുരുഷൻ ഇരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ മുഫ്രദ് മുദക്കറാണ്. ഇനി ഗസല. ഗസല ഗസല ഏതാണ്? മുഫ്രദാണോ, മുസന്നയാണോ, ജം ആണോ? ഗസല ഗസല 2ാമത്തെ ഫോം അല്ലേ? അവർ 2 പുരുഷന്മാർ കഴുകി. അപ്പോ മുസന്നയാണ് 2. അൽ ഖാരിഉ ഖലഫ്. ഏത് നാട്ടുകാരനാണ്? കൂഫിയുൻ, കൂഫക്കാരനാണ്. അൽ ഖാരിഉ അബു അംർ. ബസറക്കാരനാണ്, ബസരി. ഇനി ബയ്യിൻ, വിശദീകരിക്കാൻ. ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ക്രമപ്രകാരം തീർത്തു ഓതുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ക്രമപ്രകാരം ഓതുന്നതിന്, അങ്ങനെ ഖുർആൻ ഓതി തീർക്കുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയുന്നത്. 2ാമത്തത് ജീം. വഖഫ് ജായിസ് എന്നതിന്റെ വ്യാഖ്യാനം എന്താണ്? വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. അൽ ഇഷ്മാമു. ഇഷ്മാം എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ്ഓ ലമ്മോ ഉള്ള അക്ഷരത്തിനു മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇദ്ഗാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക, അതിനാണ് ഇഷ്മാം എന്ന് പറയുക. ഇനി സറഫാക്കാനാണ്. യഖിള. യഖിള യഖിള യഖിളു യഖിളത്ത് യഖിളത യഖിളിന. 2ാമത്തത് യഖ്റുജു യഖ്റുജാനി യഖ്റുജൂന തഖ്റുജു തഖ്റുജാനി യഖ്റുജിന. ഇനി 3ാമത്തത് തക്തുബു തക്തുബാനി തക്തുബൂന തക്തുബീന തക്തുബാനി തക്തുബുന. ഈ രൂപത്തിൽ ശരിയായ രൂപത്തിൽ സർഫാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും 5 വീതം മാർക്ക് ഉണ്ട്. ഇനി അടുത്തത് 5ാമത്തത് റത്തിബിൽ കലിമാത്ത്. ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട്, നമ്മളത് ക്രമപ്രകാരം ആക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ തജ്വീദിൽ ഒരു ബൈത്ത് പഠിച്ചിട്ടുണ്ട്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. ആ തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി അത് ഇവിടെ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ചോദ്യപേപ്പറിൽ തനസ്സഹ അൻ ഖൗലിൻ, ഖൗലിൻ എന്ന് വേണ്ടിടത്ത് 2 തവണ വനിയത്തിൻ എന്ന് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് ബൈ മിസ്റ്റേക്ക് ആയിരിക്കാം. ഏതായാലും തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി, ആ രൂപത്തിൽ തനസ്സഹ 1, അതേപോലെ തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി, ആ രൂപത്തിൽ ശരിയായി എഴുതുകയാണ് വേണ്ടത്. 2ാമത്തത് അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ബസരി വഅത്ലിഖ് ബിഹി ലിസാനി, ആ രൂപത്തിൽ അതിനെ ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. ഇനി 6ാമത്തത് അജീബ്, ഉത്തരം എഴുതാനാണ്. റിഖ്വ് എന്നാൽ എന്താണ്? മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായ ശബ്ദം നടക്കൽ, ഇതിനാണ് റിഖ്വ് എന്ന് പറയുന്നത്.
2 ഖുർആൻ തീർത്തോതിയവൻ വീണ്ടും എന്തെല്ലാം ചെയ്യണം? വീണ്ടും ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തും ഓതി അടുത്ത ഖത്മ് തുടങ്ങണം. അതാണ് ഖത്മ് തീർന്നാൽ ചെയ്യേണ്ടത്. മൂന്നാമത്തത് കൂഫക്കാരായ 4 ഖാരിഉകൾ ആരെല്ലാമാണ്? 1 ആസിമുൽ കൂഫി റളിയല്ലാഹു അൻ, രണ്ടാമത്തത് ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻ, 4 അൽ കസായിയുൽ കൂഫി റളിയല്ലാഹു അൻ, 4 ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻ. ഇങ്ങനെ കൂഫക്കാരായ 4 ഖാരിഉകളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. 4 തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ് ആർക്ക്? സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും അത് കേൾക്കുന്നവർക്കും സുന്നത്താണ്. 5 താങ്കൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇത് പറഞ്ഞത്. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യം. ഈതി ബിൽ മിസാലി ലിൽ ആതിയ, താഴെയുള്ളതിനിക്ക് നമ്മൾ ഉദാഹരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഫിഅലുൻ മാളി ലിൽ മുഫ്രദി അൽ ഗായിബി, മാളിയായ ഫീലിലെ മുഫ്രദ് ഗായിബിനിക്കുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. കതബ, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഉദാഹരണം എഴുതാം. കതബ, ജലസ, ലറബ ഏതും അവിടെ എഴുതാൻ പറ്റും. രണ്ടാമത്തത് ഫിഅലു മുളാരി ലിൽ ഗായിബി, മുളാരി ആയ ഫീല് മുഫ്രദ് ഗായിബിനിക്കുള്ള ഉദാഹരണം യഫ്തഹു അല്ലെങ്കിൽ യക്തുബു ഏതും നമുക്ക് എഴുതാൻ പറ്റും. ഏതെങ്കിലും ഉദാഹരണം എഴുതുക. ഇനി 3 ഫിഅലു മുളാരിഉ ലിൽ ജംഇ അൽ മുതകല്ലിമി, ജമ്മു മുതകല്ലിമ, മുളാരി ആയ ഫീലിന്റെ ജമ്മു മുതകല്ലിമിനുള്ള ഉദാഹരണം നജ്ലിസു, ഞങ്ങൾ ഇരിക്കുന്നു. ആ രൂപത്തിൽ ഇവിടെ ഉദാഹരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി 8ാമത്തത് അറബിയാക്കാനാണ്. എന്റെ ഉപ്പ ടവൽ വാങ്ങി. വാങ്ങി എന്നുള്ളതിന് ഇഷ്തറ അബി മിൻദീലൻ, ഇഷ്തറ അബി മിൻദീലൻ. രണ്ടാമത്തത് ഉമ്മ ചൂലുകൊണ്ട് മുറ്റം വൃത്തിയാക്കി. നല്ലഫത്തിൽ ഉമ്മു അൽ ബാഹത ബിൽ മിക്നസതി, നല്ലഫത്തിൽ ഉമ്മു അൽ ബാഹത ബിൽ മിക്നസതി. ഇനി അവസാനത്തത് ഉക്തുബിൽ മഅന, മഅന എഴുതാനാണ്, മീനിങ് എഴുതാനാണ്. ഫുസ്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സി, നൈറ്റി, അതിനാണ് ഫുസ്താൻ എന്ന് പറയാം, ഡ്രസ്. നല്ലഫ വൃത്തിയാക്കി, ജമീല് കൂട്ടുകാരൻ, ബൻതലൂന് പാന്റ്. ഈ രൂപത്തിലാണ് ഇന്നലെ നടന്ന തജ്വീദിന്റെയും ലിസാനുൽ ഖുർആനിന്റെയും ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു എല്ലാ മക്കൾക്കും നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.